ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഇന്ന് ക്രിസ്മസ് എല്ലാം ആഘോഷിച്ച് അങ്ങനെ എല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ക്രിസ്മസ് ആഘോഷം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലി എല്ലാവരുടെയും എല്ലാ ഐശ്വര്യവും സമാധാനവും ശാന്തിയും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ, ഒപ്പം പുതുവത്സരാശംസകളും. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ആഘോഷം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതുപോലെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പും, അതുപോലെ 1/2 കപ്പ് കോക്കോ പൗഡറും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ആദ്യമായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ തട്ടി നോക്കിയപ്പോൾ കുറച്ച് ചെറിയ അരിപ്പായതുകൊണ്ട് പിന്നെ വീഴാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചു നോക്കി. ഇങ്ങനെ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ പ്ലെയിൻ കേക്ക് അല്ലാണ്ട് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഏകദേശം ഏതൊരു വീഡിയോ ഓർമ്മയില്ല, ഞാൻ മെൻഷൻ ചെയ്യാം. ആ വീഡിയോ കണ്ട് അതുപോലെ ഞാൻ ഫോളോ ചെയ്യാമെന്ന്. അപ്പം അതിന് ശേഷം ഇതൊക്കെ ഒന്ന് അരിച്ച് വെച്ചതിന് ശേഷം 4 മുട്ട എടുത്തിട്ട് പിന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്, നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലോ സ്പീഡിലാണ് 1 മിനിറ്റേക്ക് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇങ്ങനെ 3 തവണയായിട്ട് ഇട്ട് കൊടുക്കണം എന്നതിൽ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ബീറ്റ് ചെയ്തെടുക്കും. ഞാൻ ബീറ്ററും ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്, സത്യം പറഞ്ഞാൽ മറ്റേ വിസ്കോണ്ടൊക്കെയാണ് മുമ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇത് ബീറ്റർ ഉപയോഗിച്ച് നോക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതിലും എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, അറിയാത്ത ആൾക്കാർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കണ്ടുനോക്കുക. അതിനുശേഷം ഇത് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് 1.5 കപ്പ് സൺഫ്ലവർ ഓയിലും അതുപോലെ 1.5 സ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് കുറച്ചും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ, അതും ഇതുപോലെ 3 തവണയായിട്ട് കുറേശ്ശായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പം അതും അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ കുറച്ച് എണ്ണമയ പുരട്ടി മൈദയൊക്കെ ഇട്ടൊന്ന് തട്ടിയെടുത്ത്, അതിന് പേരെന്താണെന്ന് പറയുന്നൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ തട്ടി സെറ്റാക്കിയെടുത്ത ഒരു ടിന്നിലേക്ക്, ബേക്കിംഗ് ചെയ്യുന്ന ടിന്നിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഇന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബബിൾസൊക്കെ പോകാനാണെന്ന് പറയുന്നു. അപ്പോൾ അത് കുക്കറിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ 1:1 പ്രൊപ്പോർഷനിലാണ് ചെയ്യേണ്ടത്. 1 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ചെറിയ സിമ്മിൽ 2 മിനിറ്റേക്കൊന്ന് ഇതാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞു. അപ്പോൾ കുക്കർ ആദ്യം തന്നെ കുറച്ച് ചൂടാക്കാൻ വെക്കണം, നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെക്കുന്നതിന് മുമ്പേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് നമ്മൾ ഒരു 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണിത്. അപ്പോൾ അടിപൊളിയായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ തണിയാൻ വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ശേഷം നമുക്കിതിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ടൂൾസൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ സാധാരണ കത്തി വെച്ചിട്ട് ജസ്റ്റ് വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ടെൻഷനുണ്ട് സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് കൊളായാലൊന്നും, അത് ക്രിസ്മസ് ആണ്, പോയി വാങ്ങേണ്ടി വരും പിന്നെയും. അപ്പം മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുമില്ല. അന്ന് വിചാരിച്ചു ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം, പിന്നെ വെറുതെ എന്തിനാ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വെച്ചിട്ട് ക്രിസ്മസ് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയൊക്കെയോ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കരമായി വെക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇന്ന് മൊത്തത്തിൽ പൊട്ടിപ്പോകണ്ടെന്ന് വെച്ചാൽ 3 പ്ലേറ്റിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പം മധുരമുള്ളത് തന്നെയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം കുറേശ്ശെ ചെറിയ സ്പീഡിൽ തുടങ്ങി വലിയ സ്പീഡിലേക്ക് അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് സ്പീഡാക്കി കാണിക്കാം, വീഡിയോ ഭയങ്കര ലോങ് ആവില്ലെങ്കിൽ. അപ്പോൾ ചെറിയ സ്പീഡിലാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് സ്പീഡ് 1 ചെയ്തു, പിന്നെ നെക്സ്റ്റ് 2 മാറി, അങ്ങനെ ലാസ്റ്റ് ഏറ്റവും ഹൈ സ്പീഡിൽ ലാസ്റ്റ് എത്തുമ്പോൾ ഈ സ്പീഡിൽ ചെയ്തിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് പീക്സ് ആയിട്ട് കിട്ടുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ആക്കി നോക്കിയപ്പോൾ സോഫ്റ്റ് പീക്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്രീം സെറ്റായിട്ടുണ്ട്. അപ്പോൾ മാവ് ക്രീം സെറ്റായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനും കൂടെ ഇങ്ങനെ ചെയ്യുന്നതിനിടയിലൊക്കെ കൂടും. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള ടൂൾസ് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത് തന്നെയാണ്. മുമ്പൊന്നും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് ട്രൈ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്
ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യം കുറച്ചൊരു ക്രീം വെച്ചിട്ട് ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മറന്നുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ ലെയർ വെക്കുമ്പോൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം മറന്നു. ക്രീം ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിന് ശേഷം ഓർമ്മ വന്നത്. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ആ ക്രീം ഒന്ന് നീക്കിയിട്ട് ഈ കേക്കിന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് ഷുഗർ സിറപ്പ് ആക്കിയതിന് ശേഷം രണ്ടാമത് ക്ലിയറായിട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിലിത് ഷുഗർ സിറപ്പ് ആക്കുന്നത് കാണാനില്ല. അത് പറ്റിയൊരു അബദ്ധമാണ് സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ മൊത്തം പ്രശ്നമുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാ ഇത്രത്തോളം എത്തിയപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഈ ക്രീം മൊത്തത്തിൽ നീക്കി കേക്കിനെ തിരിച്ചിട്ടു. എന്നിട്ട് ആ ഭാഗത്ത് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം രണ്ടാമത് ആ എടുത്ത ക്രീം തന്നെ ആക്കിയതാണ്. അത് ഉള്ളിൽ നമുക്ക് കാണുന്നില്ലല്ലോ. പിന്നത്തെ 2 ലെയേഴ്സിനും ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ ആയിട്ടില്ലാന്നേ ഉള്ളൂ. വീഡിയോയിൽ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിയത്. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് അബദ്ധമൊന്നും പറ്റിയില്ല. എന്നാലും വലിയ തിരക്കാടില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതിപ്പോൾ എല്ലാവരും ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് കേക്കാക്കുന്ന വീഡിയോ കൊണ്ടുവരുന്നത്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ച് സ്പെഷ്യലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് 3ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഏറ്റവും പുറത്തുള്ള നല്ല അതിൻ്റെ ടെക്നിക്കൽ ടേമൊന്നും അറിയില്ല. അപ്പം ഏറ്റവും പുറത്തുള്ള ആ ഒരു കോട്ട് കുറച്ച് തിക്കായിട്ട് നല്ല ഇതാക്കിയിട്ട് ഞാനിങ്ങനെ മാക്സിമം എന്നെ കൊണ്ടാകുന്ന പോലെ ഞാനൊരു ഭംഗിയാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ സൈഡിലും കൂടി അങ്ങനെ കവർ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. ചോക്കോ ചിപ്സ് ഒന്നും ആഡ് ചെയ്തില്ല. ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മറ്റേ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്ത് പിന്നെ ആ റൗണ്ട് ചുറ്റുന്ന സാധനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പ്ലേറ്റ് ഒന്ന് ചുറ്റിച്ചു ഇങ്ങനെ. അപ്പോൾ അതുപോലെ ആവുന്ന പോലെ ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പം വലിയ വൃത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് ചീകിയെടുത്തത് ഇടുന്നതുകൊണ്ട് ഇതിൻ്റെ വൃത്തികളൊന്നും പുറത്ത് കാണാനുള്ള ധൈര്യത്തിലാണ് ഇങ്ങ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മുകളിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെച്ച് അതിന് കണക്കായ സൈസുള്ള പാത്രം കിട്ടിയില്ല. അപ്പോൾ അത് ഗ്ലാസ് ജസ്റ്റ് വെച്ചു അവിടെ മാത്രം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ചുറ്റും മൊത്തത്തിൽ കൊള്ളായിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നീറ്റാക്കി എടുത്തിട്ട് വേണം ബാക്കി പണി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു നോസിലാണ് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കുന്നത്. അതിൽ പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ക്രീം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും തരക്കേടില്ലാണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് റോസ് പോലെ ഫ്ലവേഴ്സും ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറി അല്ലേ സാധാരണ വെക്കുന്നത്. അപ്പോൾ ചെറി ആർക്കും ഇഷ്ടമില്ല. സാധാരണ നമ്മൾ വാങ്ങിച്ച കേൾക്കുന്ന പോലും ചെറിയ എടുത്ത് കളയുക ചെയ്യുക. അതുകൊണ്ട് ചെറി വാങ്ങിച്ചില്ല. പിന്നെ അതിന് പകരം നമ്മൾ ഉപയോഗിച്ചത് ജെംസാണ്. ജെംസാകുമ്പോൾ നല്ല കളർഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ മോൾ പറഞ്ഞു ജെംസ് മതി, നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം, അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ജെംസ് എടുത്തിട്ട് ഒരു പിങ്കും ബ്ലൂവും കളറുള്ളത് മാറി അതിൻ്റെ മുകളിലേക്കും വെച്ച് കൊടുത്തു. ബാക്കിയുള്ളത് ആ ഒരു വൈറ്റ് നമ്മൾ നേരത്തെ ഗ്ലാസ് വെച്ചിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വീഴാത്ത രീതിയിലാക്കിയ ആ സ്ഥലത്തും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. അപ്പം ഭയങ്കര ഹാപ്പിയാനും. അപ്പോൾ നമ്മൾ കേക്ക് റെഡിയായി. അതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കേണ്ട ആ ഒരു മൊത്തത്തിലൊരു വെച്ച ബാക്ക്ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നല്ലോ, അതിന് ശേഷമാണ് അതെല്ലാം ചെയ്തത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. 2 ക്രിസ്മസ് ട്രീ, ഒരു പഴയതും പിന്നെ മിഞ്ഞാന്നുണ്ടാക്കി ക്രിസ്മസ് ട്രീയും വെച്ചു. ഒരു വെള്ള മുണ്ട് വിരിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ വാവേൻ്റെ ഒരു ടെഡി ബിയറിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പഞ്ഞിയൊക്കെ എടുത്തിട്ടു. അതിന് ശേഷം കുറച്ച് ലൈറ്റും കാര്യങ്ങളും ബോട്ടിൽ ആർട്ടും പിന്നെ കുറച്ച് ടെഡി ബിയറും റെയിൻഡിയറും ഇതെല്ലാം വെച്ചിട്ടാണ് ഇതൊക്കെ റെഡിയാക്കിയെടുത്ത്. അതിനുശേഷം കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ആഘോഷം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആഘോഷം വരുമ്പോൾ ഇങ്ങനെ ചെറിയ കുറച്ച് സ്പെഷ്യലായിട്ട് ഞാനിപ്പോൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് എടുത്ത ഫോട്ടോ ആണ് മോള് ഫോട്ടോ. നമ്മൾ ഫോട്ടോ വേറെ ഉണ്ട്. ഇപ്പോൾ ഇതാ കിട്ടിയത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്യാൻ നമ്മളെപ്പോൾ നോക്കലുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്തത് കാണാൻ നല്ല രസമല്ലേ. കുറേ കഴിഞ്ഞ് കാണാനൊക്കെ രസമായിരിക്കും. ഇതൊക്കെ തന്നെ ബാക്കി ഉണ്ടാവില്ല നമ്മളെ കയ്യിൽ. അപ്പോൾ എനിക്ക് ഫോട്ടോസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുത്ത് വെക്കുക, അത് സൂക്ഷിച്ച് വെക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഭംഗിയാക്കാൻ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്യാൻ നോക്കലുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. താങ്ക് യു.